ഗൈസ്, കമ്പനി നമുക്ക് ജപ്പാനിൽ തന്ന അക്കോമഡേഷൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നല്ല കിഡ്ലൻ 5 സ്റ്റാർ ഹോട്ടലാണ് ഇത്തവണ കമ്പനി അക്കോമഡേഷൻ നമുക്ക് കിട്ടിയത്. എന്തായാലും പാസഞ്ചർഷിപ്പ് ആയതുകൊണ്ട് നല്ല കിഡ്ലൻ അക്കോമഡേഷനൊക്കെയാണ് അവർ നമുക്ക് തരുന്നത്. എൻ്റെ കയ്യിൽ കീ ഉണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് റൂമൊക്കെ. നല്ല കിഡ്ലൻ സ്പോട്ടാണ്, ആരെയും പുറത്തൊന്നും കാണുന്നൊന്നുമില്ല. ഇതാണ് എനിക്ക് എന്ന് കിട്ടിയ റൂം. 2 പേഴ്സൺ റൂം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ റൂമൊന്ന് കാണിച്ചു തരാം. ഓപ്പൺ ആക്കുന്നു. കയറുമ്പോൾ തന്നെ വിശാലമായി കിഡ്ലൻ റൂമാണ്. ഫുള്ളും ചൈനീസ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് കീ എടുത്തിട്ട് ഇതിൻ്റെ കിടണം, നല്ല പവർ ഓൺ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യം തന്നെ കബോർഡിൻ്റെ ജാക്കറ്റൊക്കെ വെച്ച്, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാ നമ്മുടെ ഡ്രസ്സൊക്കെ തൂക്കാൻ വേണ്ടിയുള്ള കിഡ്ലൻ സാധനം വെച്ചിട്ടുണ്ട്. അനൗൺസ്മെന്റ് ചെയ്യാനുള്ള സ്പീക്കർ എല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ആ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഫ്രിഡ്ജിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളതിനെ വല്ലതും മേടിച്ച് നോക്കാം. ഒന്നുമില്ല, നമ്മളതിനെ വല്ലതൊക്കെ മേടിച്ച് നോക്കണം. പിന്നെ ചായ കുടിക്കാനും വെള്ളം ചൂടാക്കാനൊക്കെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. താഴെ ഒരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയി മേടിക്കാം. ഇനി ഇത് ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. ബാത്റൂമിൽ ഡോറൊക്കെ നല്ല കീഴിലും ഡോറാണ്. അതാ ബാത്റൂം. സംഭവം 5 സ്റ്റാർ ഹോട്ടലിന് അതേ സെറ്റപ്പ് സെയിം സാധനമാണ് ഇത്തവണ കമ്പനി വന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ജപ്പാനിലായതുകൊണ്ട് കമ്പനി കുറച്ച് പൈസ അങ്ങോട്ട് മുടക്കി. എന്തായാലും നല്ല കീഴിലുള്ള സാധനമാണ്. അതിവിടെ ബോഡി സോപ്പ്, ഷാംപൂ, കണ്ടീഷണർ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. എന്നിവിടെ അടുത്ത സാധനം സ്റ്റാർട്ട് ടു അത് ഫോം സോപ്പ്, പിന്നെ ഗ്ലാസ്. ഇതെന്തൊട്ടാണ് ജപ്പാനിൽ ഈ സാധനം കാണാൻ പറ്റും. എന്തോ വടി എന്തോ തോന്നും. പേസ്റ്റ് അതുവരെ ഉണ്ട്. ബോഡി സ്പോഞ്ച് ഒന്ന് കൊള്ളാം. 2 ടവല്, പിന്നെ നമ്മുടെ ഹീറ്റർ. ഇതാണ് ഈ ബാത്റൂമിലെ ഐറ്റംസ്. ഇതാണ് വെറൈറ്റി സാധനം. ഇത് കണ്ടില്ലേ, ഇത് പ്രസ് ചെയ്താൽ ഫ്ലഷ് ആവും. സെറ്റപ്പാണ്. ജപ്പാനിലെ പരിപാടിയാണ് ഇത് മൊത്തം. ചെറിയൊരു ബാത്ത് ടബ്. ഇപ്പോൾ ഇവിടുത്തെ സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണി. 12 മണി തൊട്ട് നാളെ 7 മണി വരെ ഉള്ള എൻ്റെ റൂമാണ് ഈ കാണുന്നത്. ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ബാഗൊക്കെ എടുത്തിന് മുകളിലേക്ക് വെച്ച്. 2 പേരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ആൾ വരും, ചിലപ്പോൾ ആൾ വരത്തില്ല. എന്തായാലും നോക്കാം. ഇവിടെ കുറേ ഐറ്റംസ് കാണുന്നുണ്ട്. അലാറം ക്ലോക്ക് ആണെന്നുണ്ടേ, ചെറിയ ടേബിൾ അലാറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കൊണ്ട് ചാർജർ വെച്ച് ഇതിൽ പ്ലഗ് ചെയ്യണം. അപ്പോൾ വരുന്നവർ യൂണിവേഴ്സൽ അഡാപ്റ്ററും കൊണ്ട് വരിക. ഞാൻ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞാൽ മേടിച്ച്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് യൂസ് ചെയ്യാനായിട്ട്. ആണ്ട് ഇതിൻ്റെ ഹോട്ടലിൻ്റെ പേര് ഓറിയൻ്റൽ ഹോട്ടൽ ആൻഡ് റിസോർട്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന്. ഇതെന്തായാലും നല്ല കീഴിലെ ഹോട്ടലാണ് തന്നേക്കുന്നത്. ക്ലബ് ഓറിയൻ്റൽ ഹോട്ടൽ. ഇനി ഇവിടെ നിന്ന് ഇതാണ്ട് സോഫ, ഈ കസേര കിട്ടുന്നുണ്ട്. ആടെ 2 കസേര. പിന്നെ ഇത് ബെഡ്. ഇപ്പോൾ 2 പേഴ്സണാണ്. നമുക്ക് നോക്കാം ആരെങ്കിലും വരുന്നുണ്ടോന്ന്. പിന്നെ ഇത് ഹുമിഡി വേറെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ വേറെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൽ അവിടെ നിന്ന് നല്ല പച്ചപ്പ്, നല്ല കിള്ളം പച്ചപ്പ് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതാണ് ജപ്പാൻ. കിള്ളം വ്യൂ ആണ്. എന്തായാലും ഒരു വാർത്ത തന്നെയാണ് ഇവിടെ വന്നത് തന്നെ. എന്തായാലും കമ്പനി എന്തായാലും നല്ല പൈസ മുടക്കിയിട്ടുണ്ട്. അതിന് വളരെ സന്തോഷമുണ്ട്. ഇത്രയും ലോങ് ഫ്ലൈറ്റ്, ഒരു 13 മണിക്കൂർ എടുത്ത് സംഭവം നമ്മൾ ഇവിടെ എത്താനായിട്ട്. എന്തായാലും ഇവിടെ വന്നതിൻ്റെ വർത്താണ്. ഇതിൽ കുറച്ചൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയൊന്ന് കാണണം. പിന്നെ ഇവിടെ വരാനായിട്ട് നമുക്ക് വിസയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സീമാൻ ആണെങ്കിൽ നമുക്ക് ഏത് കൺട്രി ആണെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് സീമാൻ്റെ ബെനിഫിറ്റ്. OKT ബോർഡ് ലെറ്റർ എന്ന സാധനമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എവിടെ ആണെങ്കിലും പോവാം. ഇതൊക്കെയാണ് കാഴ്ചകൾ. ഞാൻ എന്തായാലും ഹോട്ടലിലെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇല്ലേ, ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ വ്യൂ. ഇത് ഡിപ്പെൻഡാണ്, നമുക്ക് ഓരോ റാങ്ക് അനുസരിച്ച് അവർ മാറ്റി വേണ്ടി കൊടുക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഹോട്ടലാണ്. ഇത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് വർത്താണോ അല്ലയോ എന്ന്. ടി വി ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുളിച്ച് ഫ്രഷായി ഇപ്പോൾ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി.
ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം ഈ ഹോട്ടലിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ. എന്തായാലും ഹോട്ടൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു തണുപ്പും വെയിലും കൂടെ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ചെറിയൊരു തണുപ്പുണ്ട്. എയർപോർട്ടിൻ്റെ പറ്റയ്ക്കാണ് ഹോട്ടൽ വന്നേക്കുന്നത്. കണ്ടില്ലേ, ഫ്ലൈറ്റൊക്കെ പോകണ കാണാൻ പറ്റും. ഇനി ഹോട്ടലിലേത് കാണിച്ചു തരാം. എന്നാലും വമ്പം ബിൽഡിങ്ങിൽ വന്നേക്കുന്നത് കേട്ടോ. 5 സ്റ്റാർ ഹോട്ടൽ എന്തോന്ന് തോന്നും. ഓറിയൻ്റൽ ഹോട്ടൽ ആൻഡ് റിസോർട്ട് നരീറ്റ എന്നുള്ള സ്ഥലം. ഇവിടെ നിന്ന് ടോക്കിയോ കുറച്ച് പോകാനുണ്ട്. ഇതതിൻ്റെ എൻട്രൻസ്, ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണത്. എന്തായാലും കൊള്ളാം, ഇത്തവണ വർത്താണ്. എന്തായാലും നമുക്ക് വണ്ടികളൊക്കെ വളരെ കുറവാണ് ഇവിടുത്തെ വീടുകൾ വരുന്നത്. എന്തായാലും കിടിലൻ അക്കോമഡേഷനാണ് തന്നേക്കുന്നത്. ഹോട്ടൽ ഷട്ടിൽ ബസ് ഫോർ എയർപോർട്ട് എന്നാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഗാർഡൻ ഹോട്ടൽ നരീറ്റ. ഗാർഡൻ എന്ന് പറയാൻ പറ്റൂ. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ചെടികളും എല്ലാ സാധനങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വാമ്പ ഹോട്ടലാണ്, കണ്ടില്ലേ. വണ്ടം വലിയ ഹോട്ടലാണ് അക്കോമഡേഷൻ വന്നേക്കുന്നത്. ഗാർഡൻ ഹോട്ടൽ, ജപ്പാനിലെ ഐക്കോണിക് ടാക്സി. അവിടെ ആളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമുക്ക് പുറത്തോട്ട് വന്നാലേ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഷിപ്പിലൊക്കെ കയറാൻ താല്പര്യമുള്ള പെട്ടെന്ന് കയറുക. നമുക്ക് പുതിയ കാര്യങ്ങൾ കാണണമെങ്കിൽ ഇങ്ങനത്തെ ഷിപ്പിൽ തന്നെ കയറിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓരോ സ്ഥലത്തേക്കായിരിക്കും നമുക്ക് സൈൻ ഓൺ കിട്ടുന്നത്. അവിടുത്തെ കൾച്ചറും എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു മഹാഭാഗ്യമാണ്. ഈ ഹോട്ടലൊക്കെ വന്ന് താമസിക്കുന്നത് നല്ല എക്സ്പെൻസീവാണ്, പറഞ്ഞ പോലെയല്ല. കമ്പനി ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എടുത്ത് തന്നു. പിന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നത്, എനിക്ക് തന്നത് നേരെ കൊച്ചി ടു അബുദാബി ടു ജപ്പാൻ നരീറ്റ. അത് 1,30,000 രൂപ ടിക്കറ്റ് ഞാൻ നോക്കിയപ്പോൾ കാണിച്ചത് എത്തിയാദ് എയർവേസിൻ്റെ. അപ്പോൾ തന്നെ അറിയാലോ ഇത്രയും എമൗണ്ട് മുടക്കിയിട്ട് വരുന്നുള്ള ബെനിഫിറ്റ്. പിന്നെ ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും എക്സ്പെൻസീവ് കൊടുത്ത് ക്രൂവിന് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എയർപോർട്ട് അക്കോമഡേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ നല്ലൊരു ലൊക്കേഷൻ തീർച്ചയായും വരാം. ഇനി എന്തായാലും നല്ല കിടിലൻ സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോക്കിയോന്ന് സ്റ്റാർട്ട് ചെയ്യും. ടോക്കിയോ ജപ്പാൻ ഫുൾ കവർ ചെയ്തിട്ട് ഇന്തോനേഷ്യ പോകുന്നുണ്ട്. പിന്നെ ചൈനയിൽ നിന്ന് കവർ ചെയ്തിട്ട് നേരെ തായ്ലാൻഡ് പോകുന്നുണ്ട്, സൗത്ത് കൊറിയ. അവിടെ നിന്ന് നേരെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഓൾമോസ്റ്റ് നമ്മൾ പോകാത്ത സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. എന്തായാലും പറ്റാവുന്ന പോലെ നിങ്ങളെ ഈ ലോകം മുഴുവൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകം മുഴുവനും എനിക്ക് പറ്റാവുന്ന രീതിക്കുള്ള വീഡിയോ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും see you and bye bye.